ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 11, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. നമ്മളിന്നും കറണ്ട് അഫേഴ്സിന് വേണ്ടി സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് വരണമെങ്കിൽ നമുക്ക് സമയം മാറ്റി വെച്ചേ പറ്റൂ. നമ്മൾ അതിനുവേണ്ടി തന്നെ ആ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചേ പറ്റൂ. ഇന്ന് ജൂൺ 11 നമുക്ക് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യസ് പോപ്പുലേഷൻ റീച്ചസ് 1.46 ബില്യൺ. ഇന്ത്യയിലെ ജനസംഖ്യ 1.46 ബില്യണിലെത്തി. അതായത് 146 കോടി ജനസംഖ്യ ഇന്ത്യയിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് മിക്കവാറും എല്ലാ പത്രങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് ആണ്. മെയിൻ പേജിലെ മെയിൻ ഹെഡിംഗ് ആയിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ട് ആണ് ഇന്ത്യസ് പോപ്പുലേഷൻ റീച്ചസ് 1.46 ബില്യൺ. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. UN ജനസംഖ്യ റിപ്പോർട്ട് അനുസരിച്ച് 2025 ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ്? 2025 1.46 ബില്യൺ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കാണ്. അതായത് ഇന്ത്യയിലെ ഈ റിപ്പോർട്ട് യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ടിന്റെ റിപ്പോർട്ട് ആണ്. അതായത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ജനസംഖ്യ 1.46 ബില്യൺ, അതായത് 146 കോടി. UNFPA 2025 സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് അനുസരിച്ച് 2025 ഇന്ത്യയുടെ ഒരു സ്ത്രീയുടെ ഫെർട്ടിലിറ്റി നിരക്ക് എത്രയാണ്? ഒരു സ്ത്രീക്ക് 1.49 ബർത്ത്. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച് UNFPA യുണൈറ്റഡ് നേഷൻ വേൾഡ് പോപ്പുലേഷൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഒരു സ്ത്രീയുടെ ജനനമാണ് 1.9. ഇത് ഫെർട്ടിലിറ്റി റേറ്റ് ആണ് കുറഞ്ഞിട്ടുള്ളത്. 2.1 ആയിരുന്നത് 1.9 ആയിട്ട് മാറി. കുട്ടികളുടെ ജനനം അത് ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഇന്ത്യയിലെ കണക്കനുസരിച്ച് ഇപ്പോൾ 1.9 ആണ്. ഇതിനു മുമ്പ് അത് 2.1 ആയിരുന്നു. ഏറ്റവും കൂടുതലുള്ളത് അഫ്ഗാനിസ്ഥാൻ ആണ്. അഫ്ഗാനിസ്ഥാനിൽ 4.7 ആണ് ഒരു സ്ത്രീക്ക് ജനിക്കുന്ന കുട്ടികൾ. അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ആണ്, 3.5. അത് കഴിഞ്ഞ ബംഗ്ലാദേശ്. 4-ാം സ്ഥാനത്താണ് ഇന്ത്യ, 1.9. ചൈനയാണെങ്കിൽ 1.0 ആണ്. അതായത് ഒരു സ്ത്രീക്ക് ഒരു കുട്ടി എന്ന ലെവലിലേക്കുള്ള ആ ഒരു ഫെർട്ടിലിറ്റി റേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ പോപ്പുലേഷൻ ഫണ്ട് UNFPA അതിൻ്റെ 2025 സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് പുറത്തിറക്കിയതിന് നൽകിയ പേരെന്താണ്? റിയൽ ഫെർട്ടിലിറ്റി ക്രൈസിസ്, യഥാർത്ഥ ഫെർട്ടിലിറ്റി പ്രതിസന്ധി. അതായത് ഇന്ന് ഒരു സ്ത്രീക്ക് ഒരു കുട്ടി എന്ന ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, പിന്നീട് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ ഒരു പ്രതിസന്ധിയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തിറക്കിയിട്ടുള്ളത്. അതിന് പറയുന്ന പേരാണ് റിയൽ ഫെർട്ടിലിറ്റി ക്രൈസിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. UN അനുസരിച്ച് 2060 ഇന്ത്യയുടെ ജനസംഖ്യ എന്തായിരിക്കും? 1.7 ബില്യൺ. 1.7 ബില്യൺ ആയിരിക്കുള്ളൂ യുണൈറ്റഡ് നേഷൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 2060. അതായത് 170 കോടി ജനങ്ങളായിരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ ജനസംഖ്യ കുറഞ്ഞു വരും എന്നാണ് കണക്ക്. ഇപ്പോൾ ജനസംഖ്യ 146 ഉള്ളത് 170 2060 എത്തുമെന്നാണ് യുണൈറ്റഡ് നേഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ലെപ്റ്റോസ്പൈറോസിസ് കേസസ് ഇൻക്രീസ് ഇൻ കേരള. കേരളത്തിൽ ലെപ്റ്റോസ്പൈറോസിസ് കേസുകൾ വർദ്ധിക്കുന്നു. ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പറയുന്ന വാക്കാണ് എലിപ്പനി. ഇത് കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ മലയാളം എഡിഷനിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് കേരളത്തിൽ ലെപ്റ്റോസ്പൈറോസിസ് ഇൻക്രീസിങ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരളത്തിൽ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്ന ഏറ്റവും മാരകമായ ഒറ്റ രോഗമായി ഉയർന്നു വരുന്ന രോഗം ഏതാണ്? ലെപ്റ്റോസ്പൈറോസിസ്. ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി ഇന്ന് കേരളത്തിലെ ഏറ്റവും മാരകമായിട്ട് വരുന്ന ഒരു ഡിസീസ് ആണ്, ഒരു രോഗമാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകളെ, അതായത് ഒരു അസുഖം മൂലം മരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആൾ മരിക്കുന്ന ഒരു അസുഖം എന്ന് പറയുമ്പോൾ അത് ലെപ്റ്റോസ്പൈറോസിസ് ആണ്. അത് ഓരോ വർഷം കഴിയുന്തോറും കൂടി വരികയാണ്. 2021 കൂടുതലാണ് 2022 അങ്ങനെ വരുമ്പോൾ ഈ വർഷവും നോക്കുമ്പോൾ കേരളത്തിലെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ മാരകമായിട്ടുള്ള ഒരു അസുഖം ലെപ്റ്റോസ്പൈറോസിസ് തന്നെയായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. എലിപ്പനി എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു അസുഖമാണ്. 2024 ലെപ്റ്റോസ്പൈറോസിസ് രോഗം മൂലമുള്ള കേരളത്തിലെ മരണനിരക്ക് എത്രയാണ്? 394. കഴിഞ്ഞ വർഷത്തെ കണക്കാണ് 394. അതിനു മുമ്പ് അത് കുറവായിരുന്നു. ഓരോ വർഷം കഴിയുന്തോറും അത് കൂടി വരികയാണ് എലിപ്പനി എന്ന് പറയുന്ന ഈ അസുഖം. വെയിൽസ് രോഗം എന്നും അറിയപ്പെടുന്ന ലെപ്റ്റോസ്പൈറോസിസ്
1886 ഫിസിഷ്യൻ അഡോൾഫ് വെയിൽ ഏത് രാജ്യത്താണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്? ജർമ്മനി. ജർമ്മനിയിലാണ് ആദ്യമായിട്ട്, അതായത് 1886 അഡോൾഫ് വെയിൽ എന്ന് പറയുന്ന ഒരു ഫിസിഷ്യൻ, ഒരു സയന്റിസ്റ്റ് ആണ് ഈ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ലെപ്റ്റോസ്പൈറോസിസ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് ആണ് വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത്. കാരണം അഡോൾഫ് വീൽ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ പേരാണ് നൽകിയിട്ടുള്ളത് വീൽസ് ഡിസീസ് എന്ന പേരിലും. ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് ഒരൊറ്റ രോഗം എന്ന രീതിയിൽ അത് മാരകമായിട്ട് ഉയർന്നു വരുന്ന രോഗം എന്ന് പറയാൻ പറ്റും, ലെപ്റ്റോസ്പൈറോസിസ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് നിക്കോളസ് പൂരാൻ അനൗൺസ്ഡ് ഹിസ് റിട്ടയർമെന്റ് ഫ്രം ഇന്റർനാഷണൽ ക്രിക്കറ്റ്. നിക്കോളസ് പൂരാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ സ്പോർട്സ് പേജിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നിക്കോളസ് പൂരാൻ അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചൊരു കാര്യം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 9 എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച നിക്കോളസ് പൂരാൻ ഏത് രാജ്യത്തിന് വേണ്ടിയാണ് കളിച്ചത്? വെസ്റ്റ് ഇൻഡീസ്. വെസ്റ്റ് ഇൻഡീസ് താരമായിട്ടുള്ള നിക്കോളസ് പൂരാൻ അദ്ദേഹത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചു ജൂൺ 9, അതായത് ഈ 2 ദിവസം മുമ്പാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് ദ കംപ്ലീറ്റ് ഫോർമാറ്റ്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് കളിക്കാരനായ നിക്കോളസ് പൂരാൻ ഏത് രാജ്യത്തെ പൗരനാണ്? ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. കരീബിയൻ രാജ്യമായിട്ടുള്ള ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ ഒരു സിറ്റിസൺ ആണ് നിക്കോളസ് പൂരാൻ. അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി കളിക്കുന്ന ഒരു പ്രൊഫഷണൽ, അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിന് തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. 2025 IPL 21 കോടി രൂപയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കളിക്കാരനായ നിക്കോളസ് പൂരാൻ ഏത് ഫ്രാഞ്ചൈസിയുടെ കളിക്കാരനായിരുന്നു? ലക്നോ സൂപ്പർ ജയന്റ്. ലക്നോ സൂപ്പർ ജയന്റ് പ്ലെയർ ആയിരുന്നു, IPL താരമായിരുന്ന നിക്കോളസ് പൂരാൻ. 21 കോടി രൂപയ്ക്ക്, അതായത് ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് താരമായിരുന്നു നിക്കോളസ് പൂരാൻ. അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിന്റെ പ്ലെയർ ആണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന രാജ്യത്തെ സിറ്റിസൺ ആണ് നിക്കോളസ് പൂരാൻ. ലക്നോ സൂപ്പർ ജയന്റിന് വേണ്ടി കളിക്കുന്ന IPL കളിച്ചിട്ടുള്ള പ്ലെയർ ആണ് നിക്കോളസ് പൂരാൻ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് രോഹിണി ഗ്രാം പഞ്ചായത്ത് ഹാസ് ഏൺഡ് ദി ഗോൾഡ് അവാർഡ് ഇൻ ദി നാഷണൽ ഇ ഗവേർണേഴ്സ്. രോഹിണി ഗ്രാമപഞ്ചായത്തിന് ദേശീയ ഇ ഗവേർണൻസിൽ സ്വർണ്ണ അവാർഡ് ലഭിച്ചു. രോഹിണി ഗ്രാമപഞ്ചായത്ത് ഇതേത് സംസ്ഥാനത്താണ്? നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. 2025 ദേശീയ ഇ ഗവേർണൻസ് അവാർഡുകളിൽ സ്വർണ്ണ അവാർഡ് നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? രോഹിണി ഗ്രാമപഞ്ചായത്ത്. രോഹിണി ഗ്രാമപഞ്ചായത്തിനാണ് ഇ ഗവേർണൻസ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്, അതായത് ഗോൾഡ് ലഭിച്ചിട്ടുള്ളത്. 2ാം സ്ഥാനത്താണെങ്കിൽ ത്രിപുരയിലുള്ള വെസ്റ്റ് മജലീഷ്പൂർ ഗ്രാമപഞ്ചായത്ത് ആണ്. 3ാമത്തെ അവാർഡ് ആയിട്ടുള്ള ജൂറി അവാർഡ്സ് ലഭിച്ചിട്ടുള്ളത് ഒഡീഷയിലെ സുക്കാട്ടിക്കും ഗുജറാത്തിലെ പൽസാന എന്ന ഗ്രാമപഞ്ചായത്തിനാണ്. ഈ ഗവേർണേഴ്സ് ഡിജിറ്റൽ മെത്തേഡിലേക്ക് പോയിട്ടുള്ള 100% ഡിജിറ്റൽ മെത്തേഡിലേക്ക് പോയിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് ആണ് രോഹിണി ഗ്രാമപഞ്ചായത്ത്. പ്രധാനമായിട്ടും പറയുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെ വാട്സാപ്പ് വഴി അല്ലെങ്കിൽ ഇമെയിൽ വഴി ലഭിക്കുന്ന ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും, കംപ്ലീറ്റ് പേയ്മെന്റ് എല്ലാം ഓൺലൈൻ പേയ്മെന്റ് എന്ന ലെവലിലേക്കും യൂസർ ഫ്രണ്ട്ലി പോർട്ടൽ എന്ന ലെവലിലേക്കും ചെയ്തിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് ആണ് രോഹിണി പഞ്ചായത്ത്. പൂർണ്ണമായും ആദിവാസി ഗ്രാമമായ രോഹിണി ഗ്രാമപഞ്ചായത്ത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദുലൈ ജില്ല, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ദുലൈ ജില്ലയിലാണ് രോഹിണി പഞ്ചായത്ത്. ഈ പഞ്ചായത്ത് ഒരു പൂർണ്ണമായിട്ടും ആദിവാസി ഗ്രാമമായിട്ടുള്ള പഞ്ചായത്ത് ആണ്. ഇവിടെയാണ് ഈ ഒരു ഗ്രാമപഞ്ചായത്തിലാണ് ഈ പ്രാവശ്യത്തെ 100% ഈ ഗവേർണേഴ്സിന് ഒരു ഗോൾഡ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് രാജ് മന്ത്രാലയവുമായി സഹകരിച്ച് പഞ്ചായത്തിനുള്ള 2025 ദേശീയ ഇ ഗവേർണൻസ് അവാർഡുകൾ ഏത് വകുപ്പാണ് നൽകുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ്, DARPG. DARPG എന്നറിയപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസും മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് സംയുക്തമായിട്ട് നൽകിയിട്ടുള്ള ഒരു അവാർഡ് ആണ് ഈ ഗവർണൻസ് അവാർഡ്. ഇത് ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് മഹാരാഷ്ട്രയിലെ ദുലൈ ഡിസ്ട്രിക്റ്റിലുള്ള രോഹിണി ഗ്രാമപഞ്ചായത്ത്, തൊട്ടുപിറകെ വന്നിട്ടുള്ളത് ത്രിപുരയിലുള്ള ഗ്രാമപഞ്ചായത്ത് വെസ്റ്റ് മജൽഷ്പൂർ ഗ്രാമപഞ്ചായത്തും ഗുജറാത്ത് ഒഡീഷയിലെ 2 പഞ്ചായത്താണ് ലഭിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രിയങ്ക ഗോസ്വാമി വിൻസ് ഗോൾഡ് അറ്റ് ഓസ്ട്രിയൻ റേസ് വാക്കിംഗ് ചാമ്പ്യൻഷിപ്പ്. ഓസ്ട്രിയൻ റേസ് വാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൽ പ്രിയങ്ക ഗോസ്വാമി സ്വർണം നേടി. ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 10 നടന്ന ഓസ്ട്രിയൻ റേസ് വാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 10 കിലോമീറ്റർ ഇനത്തിൽ സ്വർണം നേടിയത് ആരാണ്? പ്രിയങ്ക ഗോസ്വാമി. 10 കിലോമീറ്റർ റേസ് വാക്ക്,
അന്ന് അടുത്ത മത്സരത്തിൽ ജൂൺ 10 നടന്നിട്ടുള്ള ഓസ്ട്രിയൻ റേസ് വാക്കിങ്ങിലാണ് പ്രിയങ്ക ഗോസ്വാമി ഇന്ത്യയുടെ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. 2025 ജൂൺ 10 നടന്ന ഓസ്ട്രിയൻ റേസ് വാക്കിങ്ങിൽ ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 35 കിലോമീറ്റർ റേസ് വാക്കിങ്ങിൽ വെള്ളി നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആൾ ആരാണ്? സന്ദീപ് കുമാർ. ഇന്ത്യക്ക് ലഭിച്ച ഒരു ഗോൾഡ് മെഡൽ എന്ന് പറയുമ്പോൾ അത് 10 കിലോമീറ്റർ ഈവന്റിൽ വുമൻസിന്റെ പ്രിയങ്ക ഗോസ്വാമി ആണെങ്കിൽ 35 കിലോമീറ്റർ റേസ് വാക്കിങ്ങിൽ സിൽവർ നേടിയിട്ടുള്ളത് സന്ദീപ് കുമാർ ആണ്. ഈ ഒരു മത്സരം നടന്നിട്ടുള്ളത് ഓസ്ട്രിയയിലാണ്. ഓസ്ട്രിയയിലെ ഓസ്ട്രിയൻ റേസ് വാക്കിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് പ്രിയങ്ക ഗോസ്വാമിയും സന്ദീപ് കുമാറും മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുള്ളത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്നും സമയം കണ്ടെത്താൻ ശ്രമിക്കൂ. ലേഡീസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.